السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് എല്ലാ മേഖലയിലും അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട് ജീവിച്ചു മരിച്ചു പോകാൻ പരമാവധി പരിശ്രമിക്കണമേ എന്ന് ആദ്യമായി എന്നെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഖാതിമുൽ അംബിയ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മഹത്തായ സംഭവമായിരുന്നു ഇസ്റാ മിഅ്റാജ് എന്ന് പറയുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പമുള്ള മക്കയിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്കും മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ഏഴാം ആകാശത്തേക്കുമുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യാത്ര. ആ യാത്രയിൽ പല അത്ഭുതങ്ങളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന 5 നേരത്തെ നമസ്കാരം നിയമമായി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത് ആ മഹത്തായ യാത്രാവേളയിലായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, തന്റെ 40ാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിക്കുകയും 2-3 വർഷക്കാലം രഹസ്യമായ രൂപത്തിൽ അവിടുന്ന് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും പിന്നീട് അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം പരസ്യമായ പ്രബോധന രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയും ചെയ്ത മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം
അല്ലാഹുവിൽ നിന്ന് വഹ്യ് മുഖേന ലഭിക്കുന്ന മഹത്തായ സന്ദേശം, ഇസ്ലാമിന്റെ കാതലായ വശം, ഈമാനിന്റെ അടിത്തറയായ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആ അതിമഹത്തായ സന്ദേശം പരസ്യമായി പ്രഖ്യാപിക്കുവാനും അതിലേക്ക് ആളുകളെ ക്ഷണിക്കുവാനുമാണ് അല്ലാഹുവിന്റെ കൽപ്പനയുണ്ടാകുന്നത്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ കൽപ്പന പ്രകാരം തന്നെ പരസ്യമായ പ്രബോധന പ്രവർത്തന രംഗത്തേക്ക് ഇറങ്ങിത്തിരിക്കുകയാണ്. ആളുകൾ ഒരുമിച്ച് കൂടുന്ന സൂക്കുകളിലേക്ക്, അങ്ങാടികളിലേക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കടന്നു ചെന്നു. എന്നിട്ട് അവിടെ തടിച്ചു കൂടിയ ജനങ്ങളോട് പ്രവാചകൻ ആഹ്വാനം ചെയ്തു, യാ അയ്യുഹന്നാസ് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹു. അല്ലയോ ജനങ്ങളെ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളത് പ്രഖ്യാപിക്കുക, അങ്ങനെ നിങ്ങൾ വിജയികളായി തീരുക. ഈ ആഹ്വാനം ജനങ്ങളോട് പരസ്യമായി പ്രഖ്യാപിക്കുന്നതോടുകൂടി അതുവരെ അൽ അമീൻ എന്നും പ്രിയപ്പെട്ടവനെന്നുമൊക്കെ വിശേഷിപ്പിച്ചിരുന്ന ആളുകൾ തന്നെ പ്രവാചകന്റെ ശത്രുക്കളായി മാറുന്ന രംഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും അടുത്ത ബന്ധുവായ അബൂ ലഹബ്, പ്രവാചകൻ എവിടെയൊക്കെയാണോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പ്രബോധനം ചെയ്യുന്നത്, പ്രസംഗിക്കുന്നത്, അതിലേക്ക് ആളുകളെ ക്ഷണിക്കുന്നത്, അവിടങ്ങളിലൊക്കെ ചെന്നുകൊണ്ട് പ്രവാചകനെതിരെ ഖണ്ഡന പ്രസംഗം നടത്തുന്ന പ്രവർത്തനമായിരുന്നു അബൂ ലഹബിന്റേത്. അതുമാത്രമല്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എല്ലാ നിലക്കും ഉപദ്രവിക്കുവാനും മർദ്ദിക്കുവാനും ഒക്കെയുള്ള ആസൂത്രണം നടത്തുകയും ചെയ്തു ആ മനുഷ്യൻ എന്നുള്ളതാണ്. അല്ലാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വരെ ആ മനുഷ്യൻ പാത്രീഭൂതനായി എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശ പ്രബോധനവുമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നിലകൊണ്ടു എന്നതുകൊണ്ട് തന്നെ ആ പ്രവാചകനും പ്രവാചകനോടൊപ്പം അവിടുന്ന് ആ ആദർശം ഉൾക്കൊണ്ട ആളുകൾക്കും നിരന്തരമായ പീഡനങ്ങളും പ്രയാസങ്ങളുമാണ് ഏൽക്കേണ്ടി വന്നത്. പ്രവാചകനും പ്രവാചകനോടൊപ്പമുള്ളവർക്കും അങ്ങാടികളിൽ നിന്നും കടകളിൽ നിന്നും ഒരു സാധനം പോലും ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. അവിടത്തെ കച്ചവടക്കാരെ മുഴുവനും സമീപിച്ചുകൊണ്ട് മുഹമ്മദ് നബിക്കും മുഹമ്മദ് നബിയുടെ കൂടെയുള്ള ആളുകൾക്കും ഒരു സാധനവും നൽകരുതെന്ന് പറയുക മുഖേന തികച്ചും ഉപരോധം ഏർപ്പെടുത്തി പ്രവാചകനെതിരെ. ശഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന കുന്നിൻ ചെരുവിൽ ചെന്നുകൊണ്ട് നീണ്ട നാളുകൾ പച്ചിലകൾ മാത്രം പറിച്ചു തിന്നുകൊണ്ട് ജീവിക്കേണ്ട അവസ്ഥ പോലും മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രവാചകനോടൊപ്പം വിശ്വസിച്ച മുഅ്മിനീങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, അങ്ങനെയൊക്കെയാകുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമായില്ല, പ്രവാചകൻ വീണ്ടും തന്റെ പ്രബോധന പ്രവർത്തനങ്ങളുമായി നിരന്തരം മുന്നേറുകയാണ്. പല നിലക്കുമുള്ള ഉപദ്രവങ്ങൾ ഏൽക്കേണ്ടി വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയിരിക്കെ പ്രവാചകന് താങ്ങും തണലുമായി നിലകൊണ്ടിരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ മിക്ക സന്ദർഭങ്ങളിലും ആശ്വാസ വാക്കുകൾ നൽകാറുണ്ടായിരുന്ന, പ്രവാചകന് എല്ലാ അർത്ഥത്തിലും താങ്ങും തണലുമായി നിലകൊണ്ട തന്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം സംഭവിക്കുന്നു. അതേ വർഷം തന്നെ പ്രവാചകന് ആശ്വാസം പകർന്നിരുന്ന, പ്രവാചകനെ വളർത്തിക്കൊണ്ടുവന്ന അബൂ താലിബ് എന്ന് പറയുന്ന പ്രവാചകന്റെ പിതൃവ്യനും മരണപ്പെട്ടു പോവുകയാണ്.
അബൂ താലിബിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം മുസ്ലിം ആയിട്ടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം ഉൾക്കൊണ്ട് പ്രവാചകനിൽ വിശ്വസിച്ച ഒരാളായി തീർന്നിട്ടില്ല അബൂ താലിബ്. മുശ്രിക്കായ രൂപത്തിൽ തന്നെയാണ് അദ്ദേഹം മരണപ്പെട്ടു പോകുന്നത്. എന്നാൽ പോലും പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം പ്രവാചകന് എല്ലാ നിലക്കും സംരക്ഷണം ഉറപ്പ് നൽകിയ ഒരു സഹോദരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ മരണവും അതേ വർഷം തന്നെ നടക്കുകയാണ്. അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ആ ഒരു വർഷം അറിയപ്പെടുന്നത് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന നിലക്കാണ്. അതുകൊണ്ട് തന്നെ ആ വർഷം പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ വിഷമമുണ്ടാക്കിയ വർഷമായിരുന്നു. അതുകൊണ്ടാണ് ദുഃഖത്തിന്റെ വർഷം എന്നർത്ഥം വരുന്ന ആമുൽ ഹുസ്ൻ എന്ന് ചരിത്രത്തിൽ ആ വർഷത്തെ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. അതിനുശേഷം വീണ്ടും നിരന്തരം പ്രയാസങ്ങൾ ഏൽക്കുകയാണ്. അബൂ താലിബ് വിട്ട് പിരിഞ്ഞതോടുകൂടി ശത്രുക്കളായ ഖുറൈശികൾക്ക്, ശത്രുക്കളായ ആളുകൾക്ക് വളരെ സന്തോഷമായി. അവർക്കൊരു തടസ്സമായി നിന്നിരുന്നത് അബൂ താലിബായിരുന്നു. അദ്ദേഹം മരണപ്പെട്ടതോടുകൂടി അവർക്ക് സന്തോഷമായി. പിന്നീട് ഉപദ്രവങ്ങൾ വീണ്ടും വീണ്ടും വർദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ പ്രവാചകനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രയാസപ്പെട്ട അവസ്ഥയിലാകുന്ന സന്ദർഭത്തിലാണ് ഇസ്രാ മിഅ്റാജ് പോലെയുള്ള ഈ സംഭവം ഉണ്ടാകുന്നത്. പ്രവാചകനെ പ്രത്യേകം ആദരിക്കുകയും പ്രത്യേകം ബഹുമാനിക്കുകയും പ്രവാചകന് സമാശ്വാസമേകുകയും ചെയ്ത ഒരു സംഭവമായിരുന്നു അത്. അതുമാത്രമല്ല, അതിനുശേഷം വീണ്ടും പ്രവാചകനെ നിരന്തരം വർദ്ധിക്കുന്നു. അങ്ങനെയാണ് മക്കയിൽ നിന്നും മദീനത്തേക്ക് ഹിജ്റ പോകുന്ന സംഭവം ഉണ്ടാകുന്നത്. ഈ സന്ദർഭങ്ങളിലൊക്കെ നോക്കൂ നിങ്ങൾ, ഏത് നിലക്കുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രവാചകന്റെ ജീവിതത്തിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ ഉണ്ടായിട്ട് പോലും പ്രവാചകന് ആ സന്ദർഭത്തിലൊക്കെ അടിയുറച്ചു നിൽക്കാൻ സാധിച്ചത് ക്ഷമ എന്ന ആയുധം പ്രവാചകനിൽ ഉണ്ടായിരുന്നു. അങ്ങേയറ്റം ക്ഷമിക്കാനുള്ള കരുത്ത്, ആ ക്ഷമിക്കാനുള്ള കരുത്ത് പ്രവാചകൻ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്ത് തന്റെ ആദർശ പ്രബോധനവുമായി മുന്നോട്ട് നീങ്ങാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സാധിച്ചു. ആ ആയുധമാണ് പ്രിയമുള്ളവരെ ഈ ഇസ്ലാമിക ദഅവത്ത് നിർവഹിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെയും ഒക്കെ കൈവശമുണ്ടാകേണ്ടത്. ക്ഷമിക്കാനുള്ള കരുത്തുള്ളവർക്ക് മാത്രമേ ഖുർആൻ പഠിപ്പിക്കുന്ന വിശ്വാസം അനുസരിച്ച്, ഖുർആൻ പഠിപ്പിക്കുന്ന ജീവിത രീതി അനുസരിച്ച് മുന്നോട്ട് നീങ്ങാനും അതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ സുഗമമായ രൂപത്തിൽ മുന്നേറാനും സാധിക്കുകയുള്ളൂ. ക്ഷമിക്കാൻ കരുത്തില്ലാത്തവർക്ക് ഒരിക്കലും തന്നെ അതിന് സാധ്യമല്ല. ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ സംബന്ധിച്ചാണ് ഇന്ന് ഖുത്ബയിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. അതുപോലെ തന്നെ മുഅ്മിനീങ്ങളെന്ന ആളുകളെന്ന നിലക്ക് അവരിലുണ്ടാകുന്ന ചില സവിശേഷതകളും പ്രത്യേകതകളുമാണ് നമ്മൾ സംസാരിച്ചു വച്ചിരുന്നത്. അല്ലാഹുവിൽ മാത്രം തവക്കുലാക്കി തങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും നിലക്കുള്ള പാകപ്പിഴവുകളും തെറ്റുകുറ്റങ്ങളും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടനടി അല്ലാഹുവിനെ ഓർക്കുകയും ആത്മാർത്ഥമായി അല്ലാഹുവിലേക്ക് മാത്രം ഇസ്തിഗ്ഫാറിന് തേടുകയും ചെയ്യുക എന്ന സ്വഭാവം മുഅ്മിനീങ്ങളുടെ സ്വഭാവമായിരുന്നു എന്ന് കഴിഞ്ഞ വെള്ളി ദിനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അല്ലാഹുവിൽ മാത്രം, എന്നാൽ പ്രിയമുള്ളവരെ, അല്ലാഹുവിൽ മാത്രം വരമേൽപ്പിക്കുക എന്ന തൗഹീദിന്റെ പാതയിൽ നിന്നും റബ്ബല്ലാത്ത മറ്റ് പലതിലും വരമേൽപ്പിക്കുക വഴി ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഹറാമിലേക്കുമൊക്കെ ചെന്ന് പതിക്കുന്ന ദൗർഭാഗ്യവാന്മാരായ അനവധി ആളുകളെ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ തവക്കുൽ പലപ്പോഴും ചെന്നെത്തുന്നത് മന്ത്രവാദികളിലേക്കും ജിന്ന് പിശാചുക്കളിലേക്കും മലക്കുകളിലേക്കും ഒക്കെയാകുന്നു. മന്ത്രവാദികൾ നൽകുന്ന ഉറുക്ക് നൂലിലൂടെ രോഗശമനമോ ബർക്കത്തോ ആഗ്രഹ സഫലീകരണമോ പ്രതീക്ഷിച്ചാൽ അത് ശിർക്കെന്ന മഹാ അപകടത്തിലേക്കാണ് ഒരു മനുഷ്യനെ കൊണ്ടെത്തിക്കുക. നമുക്കറിയാമല്ലോ ആ വിഷയത്തിന്റെ ഗൗരവം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്.
ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ 10 സഹോദരന്മാർ കടന്നു വരികയാണ്. 10 ആളുകൾ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വരുന്നു. അവരെന്തിനാണ് കടന്നു വരുന്നത്? പ്രവാചകനോട് ബൈഅത്ത് ചെയ്യാൻ വേണ്ടിയാണ്, പ്രവാചകനോട് ഉടമ്പടിയിൽ ഏർപ്പെടാൻ വേണ്ടിയാണ് ആ 10 സഹോദരന്മാർ പ്രവാചകന്റെ സമീപത്തേക്ക് കടന്നു വരുന്നത്. എന്നിട്ട് ആ 10 ആളുകൾ വന്ന സന്ദർഭത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ 10 ആളുകളിൽ നിന്ന് 9 ആളുകളോട് പ്രവാചകൻ ബൈഅത്ത് ചെയ്തു. 9 ആളുകളോട് പ്രവാചകൻ ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ആ 10ൽ നിന്ന് ഒരാളെ തൊട്ട് പ്രവാചകൻ വിട്ടു നിൽക്കുകയും ചെയ്തു. ആ 10 ആളിൽ നിന്നും ഒരാളെ പ്രവാചകൻ മാറ്റി നിർത്തി. എന്നിട്ട് 9 ആളുകളോട് പ്രവാചകൻ ഉടമ്പടിയിൽ ഏർപ്പെട്ടു. ഈ സന്ദർഭത്തിൽ ആ സഹോദരന്മാർ ചോദിച്ചു പ്രവാചകനോട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ദൂതരെ, ബായഅത തിസ്അതൻ വതറക്ത ഹാദാ, അങ്ങ് 9 ആളുകളോട് ബൈഅത്ത് ചെയ്തു, ഒരാളെ അങ്ങ് ഉപേക്ഷിക്കുകയും ചെയ്തു. എന്താകുന്നു അത്? ഒരാളോട് അങ്ങ് ബൈഅത്ത് ചെയ്യാൻ തയ്യാറായില്ല, നേരെ മറിച്ച് 9 ആളുകളോട് അങ്ങ് ബൈഅത്ത് ചെയ്തു. എന്താണ് ഒരാളെ മാറ്റി നിർത്താനുള്ള കാരണം? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സഹോദരന്മാരോട് പറയുകയാണ്, ഇന്ന അലൈഹി തമീമതൻ, തീർച്ചയായും അദ്ദേഹത്തിന്റെ ശരീരത്തിൽ മന്ത്രിച്ചൂതി കെട്ടിയ നൂലുണ്ട്. മന്ത്രിച്ചൂതി കെട്ടിയ നൂല് അദ്ദേഹത്തിന്റെ ശരീരത്തിലുണ്ട്, ഉറുക്കുണ്ട് അദ്ദേഹത്തിന്റെ ശരീരത്തിൽ. അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മന്ത്രിച്ചൂതി കെട്ടിയ ആ നൂല് അറുത്തു മാറ്റി. എന്നിട്ട് അദ്ദേഹത്തോട് ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, മൻ അല്ലക തമീമതൻ ഫഖദ് അശ്റക, ആരെങ്കിലും മന്ത്രിച്ചൂതിയ നൂലോ ഉറുക്കോ ശരീരത്തിൽ ബന്ധിപ്പിച്ചാൽ തീർച്ചയായും അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു, തീർച്ചയായും അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു. മറ്റൊരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെന്ന് പറഞ്ഞു, മൻ അല്ലക തമീമതൻ ഫലാ അതമ്മല്ലാഹു ലഹു. എന്താണ് പ്രവാചകൻ പറയുന്നത്? ആരെങ്കിലും മന്ത്രിച്ചൂതിയ നൂല് ശരീരത്തിൽ കെട്ടിയാൽ, ആരെങ്കിലും ഉറുക്ക് ശരീരത്തിൽ കെട്ടിയാൽ ഫലാ അതമ്മല്ലാഹു ലഹു, അവന്റെ ഉദ്ദേശം അല്ലാഹു പൂർത്തിയാക്കാതിരിക്കട്ടെ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. എന്നാൽ പ്രിയമുള്ളവരെ, വിശ്വാസികൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. പരിശുദ്ധ ഖുർആനോ ഹദീസിൽ വന്ന പ്രാർത്ഥനകളോ മാത്രമാണ്, ഹദീസിൽ വന്ന പ്രാർത്ഥനകളോ പരിശുദ്ധ ഖുർആനോ മാത്രമാണെങ്കിൽ അത് ഓതി സ്വന്തം ശരീരത്തിൽ ഊതാം, സ്വന്തം ശരീരത്തിൽ തടവാം, അതിന് കുഴപ്പമില്ല. എന്നാൽ അവ ഓതി വെള്ളത്തിലൂതി കുടിക്കുന്നതും എഴുതി കെട്ടുന്നതും വിദ്അത്തായ രീതിയാകുന്നു. അല്ലാഹു അല്ലാത്തവരുടെ നാമങ്ങൾ എഴുതിയ ഉറുക്കാണെങ്കിലോ അത് ശിർക്കുമായി തീരും. അതായത് ശിർക്ക് ഉൾക്കൊള്ളുന്ന ഉറുക്കാണെങ്കിൽ അത് ശിർക്കാണ്, അല്ലാത്തവ ബിദ്അത്തും ഹറാമുമാകുന്നു എന്നാണ് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത്. നോക്കൂ നിങ്ങൾ, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, അദ്ദേഹം പറയുകയാണ്, സമിഅ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആരാ പറയുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പ്രഗൽഭനായ ഒരു സ്വഹാബിയാണ്, സ്വഹാബിമാരിൽ കാരണവരാണ്. അദ്ദേഹം പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നർ റുഖാ വത്തമാഇമ വത്തിവലത ശിർകുൻ. എന്താ പറയുന്നത്? ഇന്നർ റുഖാ വത്തമാഇമ വത്തിവലത ശിർകുൻ, തീർച്ചയായും മന്ത്രിച്ചൂതിയ നൂല്, അതുപോലെ തന്നെ മന്ത്രിച്ചൂതിയ ഉറുക്ക്, വത്തിവലത, ഭാര്യ ഭർത്താക്കന്മാർ പിണങ്ങി നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ യോജിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ആഭിചാര ക്രിയകൾ, ഇവകളൊക്കെയും ശിർക്കാകുന്നു എന്ന് അദ്ദേഹം പറയുന്നത്, പ്രവാചകൻ പറയുന്നത് ഞാൻ കേട്ടു എന്ന് പറഞ്ഞ സന്ദർഭത്തിൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരി പറയുകയാണ്, ലിമ തഖൂലു ഹാദാ,
എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? എന്റെ കണ്ണിലൂടെ വെള്ളം ഒഴുകുമ്പോ ജൂതനായ മന്ത്രവാദിയെ ഞാൻ സമീപിക്കാറുണ്ട്. അയാൾ മന്ത്രിക്കുമ്പോൾ അത് ശമിക്കുകയും ചെയ്യാറുണ്ടല്ലോ. പിന്നെന്താണ് പ്രവാചകൻ ഈ രൂപത്തിൽ പറഞ്ഞത് എന്ന് ആ സഹോദരി അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ചോദിക്കുകയാണ്. അപ്പോൾ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുകയാണ്, എന്താ പറയുന്നത്? ഇന്നമാ ദാലിക അമലു ശൈത്താൻ, തീർച്ചയായും അത് പിശാചിന്റെ പ്രവർത്തനമാണ്. കാന യൻഖസുഹാ ബിയദിഹി ഫഇദാ റഖാഹാ കഫ അൻഹാ, ആ പിശാച് തന്റെ വിരൽ കൊണ്ട് തന്റെ കണ്ണിൽ കുത്തുകയാണ്. എന്നിട്ട് കണ്ണിൽ നിന്നും വെള്ളം വരുന്ന സന്ദർഭത്തിൽ ആ മന്ത്രവാദിയെ സമീപിക്കുവാനും മന്ത്രം ചെയ്യിപ്പിക്കാനും അങ്ങനെ ആ അപകടത്തിലെത്തിക്കാനും വേണ്ടി പിശാച് നടത്തുന്ന അമലാകുന്നു അത്. എന്നിട്ട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു തന്റെ സഹോദരിയോട് പറയുകയാണ്, ഇന്നമാ കാന യക്ഫീകി അൻ തഖൂലി കമാ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, നിന്റെ കണ്ണിൽ നിന്നും വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന രൂപത്തിലുള്ള ഒരു അസുഖം നിനക്കുണ്ടെങ്കിൽ പ്രവാചകൻ പറഞ്ഞതുപോലെ പറഞ്ഞാൽ മതിയായിരുന്നില്ലേ നിനക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ് ഇശ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമാ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു മന്ത്രം, ഇത് പറഞ്ഞാൽ പോരായിരുന്നോ നിനക്ക് എന്ന് ആ സഹോദരിയോട് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയുകയാണ്. എന്താണ് അതിന്റെ അർത്ഥം? അദ്ഹിബിൽ ബഅസ റബ്ബന്നാസ്, ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ, ഈ പ്രയാസത്തെ നീ പോക്കിത്തരണമേ. ഇശ്ഫി അൻത ശാഫി, നീ ശമനം നൽകണമേ തമ്പുരാനെ, നീയാണ് ശമനം നൽകുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, നിന്റെ ശമനമല്ലാതെ ശമനമില്ല. ശിഫാഅൻ ലാ യുഗാദിറു സഖമ, ഒരു രോഗത്തെയും ബാക്കി വെക്കാത്ത വിധത്തിലുള്ള ശമനം അല്ലാഹുവേ നീ എനിക്ക് നൽകണമേ എന്ന രൂപത്തിൽ നിനക്ക് പറഞ്ഞാൽ മതിയായിരുന്നില്ലേ? നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പല ദിക്റുകളും ഉണ്ട്, പല പ്രാർത്ഥനകളുണ്ട്, ഖുർആനിൽ വന്നിട്ടുള്ള പല പ്രാർത്ഥനകളുണ്ട്. അതുപോലെ തന്നെ ചില പ്രത്യേകമായ സൂറത്തുകൾ ചില പ്രത്യേകമായ സന്ദർഭങ്ങളിലൊക്കെ ഓതാൻ വേണ്ടി അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവകളൊക്കെ പ്രാവർത്തികമാക്കുക വഴി ഇസ്ലാം അനുവദിച്ചിട്ടുള്ള ആ രൂപത്തിലുള്ള മന്ത്രങ്ങളിൽ ഏർപ്പെടുന്നവരാകുന്നു മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകൾ. അതല്ലാതെ ഇസ്ലാം അനുവദിച്ച മന്ത്രം പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ശിർക്കിലേക്കും ബിദ്അത്തിലേക്കും ഹറാമുകളിലേക്കും ചെന്ന് പതിക്കുന്നവയെ തൊട്ട് സൂക്ഷിക്കാൻ പ്രിയമുള്ളവരെ സാധിക്കേണ്ടതുണ്ട്. മുഅ്മിനീങ്ങളുടെ മാർഗം അതാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. ചില സ്വഹാബാക്കളൊക്കെ നോക്കൂ നിങ്ങൾ, എത്രമാത്രം വലിയ ഗൗരവമാണ് ഇത്തരം വിഷയങ്ങൾക്ക് കാണാറുണ്ടായിരുന്നത്. ഒരു സ്വഹാബി ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. ഹുദൈഫ റളിയല്ലാഹു അൻഹു ഒരു രോഗിയെ സന്ദർശിക്കാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ രോഗിയുടെ സമീപത്തെത്തി രോഗിയുടെ ശരീരത്തിലൂടെ കൈയിന്റെ ഭാഗത്തുകൂടെ ഒന്ന് തടവിയപ്പോൾ തടവി കൊടുക്കുകയാണ് അദ്ദേഹം, രോഗിക്ക് ആശ്വാസം കിട്ടാൻ വേണ്ടി. ഒന്ന് തടവുന്ന സന്ദർഭത്തിൽ ആ രോഗിയുടെ കൈത്തണ്ടയിൽ മന്ത്രിച്ചൂതിയ ഒരു നൂല് കെട്ടിയതായിട്ട് അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു, കാണാൻ സാധിച്ചു. ആ സന്ദർഭത്തിൽ ആ സ്വഹാബി ചോദിക്കുന്നു ആ രോഗിയോട്, മാ ഹാദാ, എന്താകുന്നു ഇത്? അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഖാല റുഖിയ ലീ ഫീഹി, എന്റെ രോഗശമനത്തിന് വേണ്ടി മന്ത്രിച്ചൂതി കെട്ടിയ നൂലാകുന്നു എന്ന് അദ്ദേഹത്തോട് പറയുകയാണ്. ആ സന്ദർഭത്തിൽ മഹാനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്താ ചെയ്യുന്നതെന്ന് അറിയുമോ പ്രിയമുള്ളവരെ? ഫഖതഅഹു, ആ നൂല് വലിച്ചു പൊട്ടിച്ചു. ആ നൂല് വലിച്ചു പൊട്ടിച്ചു. എന്നിട്ട് അവിടെന്ന് പറഞ്ഞു, എന്താ പറയുന്നത്? ലൗ മിത്ത വഹുവ അലൈക, ഈ നൂല് മന്ത്രിച്ചൂതി കെട്ടിയ അവസ്ഥയിൽ അങ്ങാനും നീ മരിക്കുകയാണെങ്കിൽ മാ സ്വല്ലൈതു അലൈക, നിനക്ക് വേണ്ടി ഞാൻ നമസ്കരിക്കുകയില്ല. നോക്കൂ നിങ്ങൾ, മന്ത്രിച്ചൂതി കെട്ടിയ നൂല് നിന്റെ ശരീരത്തിൽ ഉണ്ടായിരിക്കെ നീ എങ്ങാനും മരണപ്പെട്ടാൽ നിന്റെ മയ്യത്ത് ഞാൻ നമസ്കരിക്കില്ല എന്ന് പറയുകയാണ് ഹുദൈഫ റളിയല്ലാഹു അൻഹു. പ്രഗൽഭരായ സ്വഹാബിമാരാണ്.
എത്ര വലിയ ഗൗരവമാണ് ഇത്തരം വിഷയങ്ങൾക്ക് കണ്ടിട്ടുള്ളത് നോക്കൂ നിങ്ങൾ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഇങ്ങനെയുള്ള രീതികളൊന്നും യഥാർത്ഥ അല്ലാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്ന മുഅ്മിനീങ്ങളുടെ മാർഗമല്ല എന്ന് പരിശുദ്ധ പ്രമാണങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ശിർക്കിലേക്ക് ചെന്നെത്തുന്ന, ഹറാമിലേക്ക് ചെന്നെത്തുന്ന, ബിദ്അത്തുകളിലേക്ക് ചെന്നെത്തുന്ന വിധത്തിലുള്ള മന്ത്രവാദങ്ങളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കാൻ തീർച്ചയായും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന, പ്രവാചകന്റെ വചനങ്ങൾ പഠിപ്പിക്കുന്ന ആ ശരഈയായ മന്ത്രങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കാൻ മുഅ്മിനീങ്ങളായ ആളുകൾക്ക് സാധിക്കണം. അതിന് അല്ലാഹു തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, വിശ്വാസിയുടെ നിത്യ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന നിലക്ക് നമ്മൾ പറഞ്ഞു കൊണ്ടുവന്നിരുന്നത്, ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു വിശ്വാസിയായ മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി പോകുന്ന സന്ദർഭത്തിൽ പാലിക്കേണ്ട മര്യാദയെ കുറിച്ചാണ്. അതിൽ നമ്മൾ പറഞ്ഞു, വീട്ടുകാരോട് സലാം പറയുക എന്നത് വീട്ടിൽ നിന്നും ഏത് സന്ദർഭത്തിൽ ഇറങ്ങിപ്പോവുകയാണെങ്കിലും ഒരു മുഅ്മിനായ മനുഷ്യന്റെ മര്യാദയാകുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ വലത് കാൽ വെച്ച് ഇറങ്ങുക എന്നുള്ളത്, ഇത് നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു നല്ല കാര്യങ്ങളും തന്നെ തുടങ്ങുന്ന സന്ദർഭത്തിൽ വലത്തേതിനെ മുന്തിപ്പിക്കാറുണ്ടായിരുന്നു എന്ന് ഹദീസിൽ കാണാം. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്തൊരു ഏർപ്പാടിന് വേണ്ടി പോവുകയാണെങ്കിലും വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സന്ദർഭത്തിൽ വലതുകാൽ എടുത്തു വെച്ച് ഇറങ്ങാൻ ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. എന്താകുന്നു അത്? ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാഹ്, അല്ലാഹുവിന്റെ നാമത്തിൽ ഞാനിതാ പുറപ്പെട്ടു പോവുകയാണ്. തവക്കൽതു അലല്ലാഹ്, ഞാൻ എന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ ബരമേൽപ്പിച്ചിരിക്കുന്നു. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അവനെ കൊണ്ടല്ലാതെ യാതൊരു ശക്തിയും കഴിവും എനിക്കില്ല എന്ന ആ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഒരു മുഅ്മിനായ മനുഷ്യൻ തന്റെ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകേണ്ടത്. അപ്പോൾ ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. ഇത് പ്രാവർത്തികമാക്കാൻ നമുക്ക് സാധിക്കണം. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് വീട്ടിൽ നിന്നും ഇറങ്ങാൻ നമുക്ക് സാധിക്കണം. എല്ലാം പടച്ചവനിൽ ബരമേൽപ്പിച്ചുകൊണ്ട് നമുക്ക് ആ രൂപത്തിൽ ജീവിക്കാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, നോക്കൂ നിങ്ങൾ, ഒരു മൂഢമായ ധാരണ നമ്മുടെയൊക്കെ ആളുകൾക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് വീട്ടിൽ നിന്നും വീട്ടുകാരോട് സലാം പറഞ്ഞ് ഈ പ്രാർത്ഥനയൊക്കെ ചൊല്ലി ഇറങ്ങി പോകുന്ന സന്ദർഭത്തിൽ, ഇടവഴിയിലേക്ക് അങ്ങ് ഇറങ്ങുന്ന സന്ദർഭത്തിൽ ഒരു കാരിക്കൊട്ട തലയിൽ വെച്ചുകൊണ്ട് ഒരു സഹോദരൻ ഇങ്ങോട്ട് വരുന്നത് കാണുകയാണ്. അതല്ലെങ്കിൽ ഒരു കറുത്ത പൂച്ച വിലങ്ങനെ ഓടുന്നത് കാണുകയാണ്. അതല്ലെങ്കിൽ ഒരു കറുത്ത നായ വിലങ്ങനെ ഓടുന്നത് കാണുകയാണ്. ആ സന്ദർഭത്തിൽ പലപ്പോഴും ചില ആളുകളൊക്കെ വിചാരിക്കാറുള്ളത് എന്താണ്? ഇന്ന് ഞാൻ പോയാൽ എന്റെ കാര്യം ശരിയാവുകയില്ല, ഇന്ന് എന്റെ ലക്ഷ്യം നടക്കുകയില്ല. കാരണം കാലിക്കൊട്ട തലയിൽ വെച്ച് വരുന്ന മനുഷ്യനെയാണ് ഞാൻ ആദ്യമേ കണ്ടത്. കറുത്ത പൂച്ചയാണ് വിലങ്ങനെ ഓടിയത്. അതുകൊണ്ട് ഇന്നത്തെ എന്റെ യാത്ര ശരിയാവുകയില്ല, എന്റെ ഉദ്ദേശം നടക്കുകയില്ല എന്നൊക്കെ വിശ്വസിക്കുന്ന ആളുകൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പോലുമുണ്ട്. അള്ളാഹുവിൽ തവക്കുലാക്കി ജീവിക്കുന്ന, അല്ലാഹ് വിധിച്ചതേ സംഭവിക്കൂ, അതിനപ്പുറം ഒന്നും സംഭവിക്കില്ല എന്ന ദൃഢമായ വിശ്വാസം ഉൾക്കൊള്ളുന്ന വിശ്വാസികൾക്കുണ്ടാകാൻ പാടില്ലാത്തതാകുന്നു ഇത്തരത്തിലുള്ള മൂഢമായ ധാരണകളെന്ന് പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കുക. അങ്ങനെയുള്ള എല്ലാവിധ മൂഢധാരണകളിൽ നിന്നും അല്ലാഹു തആല നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ദീനിനെ അറിയേണ്ട രൂപത്തിൽ അറിയാൻ, മനസ്സിലാക്കേണ്ട രൂപത്തിൽ മനസ്സിലാക്കാൻ പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും തയ്യാറാവുക. അല്ലാഹു തആല അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള എല്ലാവിധ അപാകതകളും പാളിച്ചകളും അല്ലാഹു തആല നമുക്കൊക്കെ പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. രോഗബാധിതരായി കഴിയുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാർക്ക്, നമ്മുടെ ഉമ്മമാർക്ക്, ഉപ്പമാർക്ക് എല്ലാവർക്കും അല്ലാഹു തആല ആശ്വാസം നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടു പോയ നമ്മുടെ പ്രിയപ്പെട്ട പലരുമുണ്ട്. അവർക്കൊക്കെയും അല്ലാഹു തആല മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്ത് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒത്തൊരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം അവർക്കും നമുക്കും അല്ലാഹു തആല പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക
أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك السلام عليكم ورحمة الله